നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ലാൻഡ്, നെക്സ്റ്റ് ലേബർ. ഇന്ന് പഠിക്കുന്നത് ക്യാപിറ്റലാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അപ്പം ലാൻഡിന്റെ റിവാർഡ് റെന്റ്, ലേബറിൻ്റെത് വേജ്. എന്താണ് ക്യാപിറ്റൽ? Capital is essential for the production of a product and for providing the basic facilities for the same. Capital എന്ന് പറഞ്ഞാൽ മൂലധനം എന്നാണ് കേട്ടോ. Capital is essential for the production. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഉൽപാദന പ്രക്രിയയിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒന്നാണ് എന്ത്? ക്യാപിറ്റൽ. For the basic facilities for the same. Basic facilities എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ആവശ്യമായ ഒന്നാണ് ക്യാപിറ്റൽ. It is necessary for establishing a factory, buying equipments, paying wages to laborers, buying raw materials for production and the like. അത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി, ഫാക്ടറി സ്ഥാപിക്കുക. ബൈയിങ് എക്വിപ്മെന്റ്സ്, യന്ത്രങ്ങൾ വാങ്ങുക. പേയിങ് വേജസ് ടു ലേബറേഴ്സ്, തൊഴിലാളികൾക്ക് കൂലി നൽകുക. ബൈയിങ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക. അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക. ഇതിനൊക്കെ ആവശ്യമായ ഒന്നാണ് എന്ത്? ക്യാപിറ്റൽ. അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒരു ഫാക്ടറി എടുക്കുക. ഒന്നെങ്കിൽ ഷൂ നിർമ്മാണ ഫാക്ടറി ആവാം, അല്ലെങ്കിൽ പഞ്ചസാര ഫാക്ടറി ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടറി നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഒന്ന് ഫാക്ടറി സ്ഥാപിക്കുക, അതിലേക്ക് വേണ്ട യന്ത്രം വാങ്ങുക, തൊഴിലാളികൾക്ക് കൂലി നൽകുക, ആ ഫാക്ടറിക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് വാങ്ങുക. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാര ഫാക്ടറി എടുത്താല് അതിന്റെ റോ മെറ്റീരിയൽസ് ആണ് എന്ത്? ഷുഗർ കെയിൻ, കരിമ്പ്. കരിമ്പ് അതിന്റെ ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പം റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് അർത്ഥം. ഇതിനെയൊക്കെ കൂടി ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ടാൻജിബിൾ എന്നൊരു ചില കുട്ടികളുടെ മൈക്ക് ഓണാണ്, ഓഫ് ആക്കണം കേട്ടോ, ഒരു എരപ്പുണ്ട്. ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. ഇതിന്റെ നിർവചനം ഇവിടെ തന്നിരിക്കുന്നു. എന്താണ് ക്യാപിറ്റൽ? ടാൻജിബിൾ ആൻഡ് വിസിബിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Tangible and visible man-made things used for production are called capital. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ടാൻജിബിൾ ആണ്, വിസിബിൾ ആണ്, കാണാൻ പറ്റും, തൊടാനും പറ്റും. അത് പക്ഷെ എന്തായിരിക്കണം? മാൻമെയ്ഡ് ആണ്, മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് ക്യാപിറ്റൽ. Computers, vehicles and machines which can be used in production are also considered as capital. ഇതിൽ ഉദാഹരണം അവർ കൊടുത്തിട്ടുണ്ട്. യന്ത്രങ്ങൾ, വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകൾ. ഇതൊക്കെ മൂലധനം എന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അപ്പം ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. ടാൻജിബിൾ ആൻഡ് വിസിബിൾ man-made things used for production are called capital. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ. ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. എക്സാമ്പിൾസ് കമ്പ്യൂട്ടർ, വെഹിക്കിൾ ആൻഡ് മെഷീൻസ്. നെക്സ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ. ഒന്ന്, അൻഷിത മൈക്ക് ഓഫ് ചെയ്യണം, നിങ്ങളുടെ മൈക്ക് ഓൺ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഒന്ന്, ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റുൽപാദന ഘടകങ്ങളെ സഹായിക്കുന്നു. ഈ ക്യാപിറ്റൽ മറ്റുൽപാദന ഘടകങ്ങൾ ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ഈ മൂന്ന്
ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മറ്റു ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ഇവയെ സഹായിക്കുന്നു. എന്ത്? ക്യാപിറ്റൽ. രണ്ട്, ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽ ഓഫ് ദ ലേബറേഴ്സ്. തൊഴിലാളികളുടെ പ്രൊഡക്ഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഉൽപാദന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു ക്യാപിറ്റൽ. മൂന്ന്, ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് അല്ല, അത് ഏത് സമയവും ഫ്ലെക്സിബിൾ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ കൂടിയിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും, സ്ഥിരമല്ല എന്നാണ് അർത്ഥം. ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. നെക്സ്റ്റ്, മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്, മനുഷ്യനിർമ്മിതമാണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻകം ടു ദ പ്രൊഡ്യൂസർ. ഈ ക്യാപിറ്റൽ വഴി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആരാണ്? ഉൽപാദകൻ അല്ലെങ്കിൽ നിർമ്മാതാവ്. ഉൽപാദകൻ എന്ത് തരും? ഇൻകം, വരുമാനം നൽകുന്നു. ഉൽപാദകന് വരുമാനം നൽകുന്ന ഒന്നാണ് എന്ത്? ക്യാപിറ്റൽ. പ്രൊവൈഡ് ഇൻകം ടു ദ പ്രൊഡ്യൂസർ. Like other factors of production, capital also gets reward. Interest is the reward for capital. ലാൻഡിന്റെ റെന്റ് ആയിരുന്നു, ലേബറിന്റെ വേജ്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്. പലിശയാണ് ക്യാപിറ്റലിന്റെ പ്രതിഫലം. ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ്, 4 തരത്തിലാണ് ക്യാപിറ്റൽ ഉള്ളത്. ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ടെക്സ്റ്റിൽ ഇല്ലെങ്കിലും പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഒന്ന്, ഫിസിക്കൽ, ഫിക്സഡ്, വർക്കിംഗ്, മണി. 4 തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. എന്തൊക്കെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, മണി ക്യാപിറ്റൽ? ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ എന്താണോ അത് സെയിം ആണ്. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ man-made goods that are used for production process is called physical capital. ഇത് തന്നെയാണ് എന്തിന്റെ നിർവചനം? ക്യാപിറ്റലിന്റെ ഡെഫിനിഷനും ഫിസിക്കൽ ക്യാപിറ്റലിന്റെ ഡെഫിനിഷനും സെയിം ആണ്. ഓക്കെ, കാണാനും തൊടാനും പറ്റുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ക്യാപിറ്റൽ. എക്സാമ്പിളും പറയുന്നുണ്ട്: മെഷീന്, കമ്പ്യൂട്ടർ, ഫാക്ടറി. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാകാൻ, ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്, കാണാനും പറ്റും തൊടാനും പറ്റും. ഓക്കെ, ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്, കാണാൻ കഴിയുന്ന തൊടാൻ കഴിയുന്നതാണ് മാൻമെയ്ഡ് ഗുഡ്സ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ക്യാപിറ്റൽ. കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. 2, ഫിക്സഡ്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ സ്ഥിര മൂലധനം എന്നാണ് അർത്ഥം. Physical capital that can be used continuously is the process of production. Continuously used in the process of production എന്ന് പറഞ്ഞാല് ഉൽപാദന പ്രവർത്തനത്തില് തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഫിസിക്കൽ ക്യാപിറ്റൽ, അതിന് പറയുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റലിന്റെ നിർവചനത്തിലെ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നൊരു വാക്ക് അവിടെ ചേർത്തുണ്ടോ? ഫിസിക്കൽ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. തുടർച്ചയായിട്ട് ഈ പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഫിസിക്കൽ ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് എന്ത്? സ്ഥിര മൂലധനം. അവിടെ ആ പേരിൽ തന്നെ ഉണ്ട്, ഇത് ഫിക്സഡ്, സ്ഥിരം. അത് തുടർച്ചയായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. അതെന്തൊക്കെയാ ഒരു ഉൽപാദന പ്രോസസ്സിൽ തുടർച്ചയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നോക്കൂ. ഇലക്ട്രിസിറ്റി തുടർച്ചയായിട്ട് വേണം, വെഹിക്കിൾ, വാഹനങ്ങൾ വേണം, റെയിൽവേ, ഇതൊക്കെ തുടർച്ചയായിട്ട് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല? പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പം അത് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ദേ ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ പ്രൊഡക്ഷൻ. വീണ്ടും വീണ്ടും ഉപയോഗിക്കും, അല്ലെ? കറണ്ട് ഒരു ഉൽപാദന പ്രക്രിയയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. കറണ്ട് ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ല. വെഹിക്കിളും റെയിൽവേ, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷന് അനിവാര്യമാണ്. വെഹിക്കിൾ ആൻഡ് റെയിൽവേ ഇതൊക്കെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. അപ്പം ഫിസിക്കൽ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ. അത് ആ പേരിൽ തന്നെ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം.
റോ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോക്ക് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡേ ടു ഡേ പ്രൊഡക്ഷൻ പ്രോസസ്. റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ആൻഡ് സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ മണി ഫോർ ഡേ ടു ഡേ എക്സ്പെൻസ്, ദിവസവും ഉപയോഗിക്കുന്ന ദൈനംദിന ചെലവുകൾക്കുള്ള പണം ആണ് കേട്ടോ. മണി ഫോർ ഡേ ടു ഡേ എക്സ്പെൻസ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൈസ, അതിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ ഓണർ ഗെറ്റ്സ് ബാക്ക് ദ ക്യാപിറ്റൽ വെൻ ദ പ്രൊഡക്റ്റ് ഈസ് സോൾഡ്. ഇതിനെ ഈ ഓണർക്ക് അല്ലെങ്കിൽ ഇതിന്റെ മുതലാളിക്ക് എപ്പോഴാണ് ഈ പൈസ കിട്ടുന്നത്? ഗെറ്റ് ബാക്ക് ദ ക്യാപിറ്റൽ വെൻ ദ പ്രൊഡക്റ്റ് ഈസ് സോൾഡ്. ഒരു ഉൽപ്പന്നം, ഇപ്പം ഒരു ഷൂ നിർമ്മാതാവിന് ആ ഷൂ വിറ്റ് കഴിയുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അതിന്റെ ക്യാപിറ്റല് കിട്ടുന്നത്. ഓക്കെ, അതല്ലേ ഓരോ കച്ചവടക്കാർക്കും അവരുടെ സാധനം വിറ്റ് കഴിയുമ്പോഴാണ് അവരുടെ പൈസ മുതലാവുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ദ ഓണർ ഗെറ്റ്സ് ബാക്ക് ദ ക്യാപിറ്റൽ വെൻ ദ പ്രൊഡക്റ്റ് ഈസ് സോൾഡ്. ആ പ്രൊഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ ഓണർക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ, അതാണ് ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ലാസ്റ്റ് എന്താണ് മണി ക്യാപിറ്റൽ? പണമൂലധനം. മണി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് such as the purchase of physical capital like machinery tools. ഇവിടെ പറയുന്നത് ഈ ഉൽപാദന പ്രക്രിയയില് ഉപയോഗിക്കുന്ന മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണം എന്ന് പറഞ്ഞാല് ലൈക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ ലൈക്ക് മെഷീനറി ടൂൾസ്, ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. അതിനെ പറയുന്ന പേരാണ് മണി ക്യാപിറ്റൽ. ഇവിടെ ഒറ്റ വാക്കില് എമൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ബൈ ദ ക്യാപിറ്റൽ ഈസ് കോൾഡ് മണി. എമൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ബൈ ദ ക്യാപിറ്റൽ ഈസ് കോൾഡ് മണി. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണം, മെഷീനറി ആവാം, യന്ത്രമാവാം, മറ്റ് ടൂൾസുകളാവാം, എന്താണോ പൈസ കൊടുത്ത് വാങ്ങുന്നത് അതിനെ പറയുന്ന പേരാണ് മണി ക്യാപിറ്റൽ. ഓക്കെ, ഇത് ടെക്സ്റ്റിലില്ല. അപ്പം ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇന്ന് ക്യാപിറ്റൽ ആണ് പറഞ്ഞത്. ഒന്നും കൂടെ പറയാണ്, ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ പറയാം ഒരു വട്ടം കൂടെ. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ man-made things used for production are called capital. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന, കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് എന്ത്? ക്യാപിറ്റൽ. എക്സാമ്പിൾ കമ്പ്യൂട്ടർ, വെഹിക്കിൾ ആൻഡ് മെഷീൻ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ എന്ത് ഈ ഫിസിക്കൽ ക്യാപിറ്റലും സെയിം ആണ്. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ man-made goods that are used for production process is called physical capital. Can be seen and touched. കാണാൻ പറ്റും, തൊടാൻ പറ്റും. അടുത്തത് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ that can be used continuously in the process of production. ഇതിനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഫിസിക്കൽ ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ. യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ പ്രൊഡക്ഷൻ, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആൻഡ് സ്റ്റോക്ക് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡേ ടു ഡേ പ്രൊഡക്ഷൻ പ്രോസസ്, ദൈനംദിന ചെലവുകൾക്കുള്ള പണം. നെക്സ്റ്റ് മണി ക്യാപിറ്റൽ. മണി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് സച്ച് ആസ് ദ പർച്ചേസ് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ലൈക്ക് മെഷീനറി ആൻഡ് ടൂൾസ്. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണ്. ഉദാഹരണത്തിന് മെഷീനറി, ടൂൾസ്, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ക്യാപിറ്റൽ ഹെൽപ്സ് ദ ഫാക്ടേഴ്സ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽ ഓഫ് ദ ലേബറേഴ്സ്. പ്രൊഡക്ഷൻ സ്കിൽ ഓഫ് ദ ലേബറേഴ്സ്, തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഹാസ് മൊബിലിറ്റി. ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി, അത് ചലനാത്മകമാണ്. ക്യാപിറ്റൽ മാൻമെയ്ഡ് ആണ്, മനുഷ്യനിർമ്മിതമാണ്. പ്രൊവൈഡ് ഇൻകം ടു ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർക്ക് എന്ത് നൽകുന്നു? വരുമാനം നൽകുന്നു. റിവാർഡ് എന്താണ്? ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാപിറ്റൽ ഇതുകൊണ്ട് തീരുകയാണ്. ഓക്കെ.